ഇസ്ലാമിക ചരിത്രത്തിൽ 3 നോമ്പ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചർച്ച വരുന്നുണ്ട്. നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നത് ഫാത്തിമ ബീവിയും ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുമാണ്. 3 നോമ്പാണ് കഥയുടെ ഇതിവൃത്തം. പതിവ് പോലെ ഫാത്തിമ ബീവിയും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു നോമ്പ് നോറ്റു. 1-ാമത്തെ ദിവസം നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി അവർ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള സമയത്ത് വാതിലിൽ മുട്ട് കേട്ടു. പ്രവാചക കുടുംബമേ, ഒരു യാചകൻ വീണ്ടും മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്, എൻ്റെ വിശപ്പ് മാറ്റാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് വീടിന് പുറത്തു നിന്നൊരു വിളി കേൾക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട് കതവ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു യാചകനാണ്. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്ന മുഴുവൻ ഭക്ഷണവും ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ മനുഷ്യന് നൽകി. അന്നത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളും മരുമകനും പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുറന്നു കഴിഞ്ഞു. 2-ാമത്തെ ദിവസം ഇതുപോലെ തന്നെ. 2-ാമത്തെ ദിവസവും നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ വീടിന് മുമ്പിൽ ഒരു ഭക്ഷണം യാചിച്ചുകൊണ്ടുള്ള കരച്ചിൽ കേട്ടു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കതവ് നോക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരൻ ഫാത്തിമ ബിയോട് ചോദിച്ചത്, പ്രവാചകൻ്റെ മോളല്ലേ, ഞാൻ വിശന്ന് വരുന്നൊരു യാത്രക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ നൽകുമോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്ന മനുഷ്യൻ്റെ മുഖത്തേക്കും അടുക്കളയിലേക്കൊന്ന് നോക്കി. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. പക്ഷേ മറിച്ചൊന്നും ആലോചിക്കാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഭക്ഷണം മുഴുവനും വഴിയാത്രക്കാരന് നൽകി. അദ്ദേഹം രുചികരമായി ഭക്ഷിച്ചിട്ട് മടങ്ങിച്ചെന്നു. 3-ാമത്തെ ദിവസം ഇതുപോലെ നോമ്പാണ്. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ ക്ഷീണിതനാണ്. കാരണം ഭക്ഷണം കഴിക്കാതെയാണ് 3-ാമത്തെ നോമ്പ് അവർ അനുഷ്ഠിച്ചിരിക്കുന്നത്. 3-ാമത്തെ ദിവസം ഉള്ള ഭക്ഷണത്തിൻ്റെ മിച്ചം കൊണ്ട് അവർ നോമ്പ് തുറക്കാൻ കരുതിയിരിക്കെ വാതിലിൽ മുട്ട് കേട്ടു. ഫാത്തിമ റളിയല്ലാഹു നോക്കുമ്പോൾ ഒരു അനാഥയായ ഒരു പെൺകുട്ടിയാണ്. ആവശ്യം അറിയിച്ചു, ഭക്ഷണം വേണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭക്ഷണം എടുത്ത് യതീമായ കുഞ്ഞിന് കൊടുത്തു വിട്ടു. 3 ദിവസവും പച്ചവെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്ന ഫാത്തിമ ബീവിയെ 4-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു വിളർച്ചയും ക്ഷീണവും രണ്ടുപേരുടെ മുഖത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം അന്വേഷിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ ബീവി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയത്തിലേക്ക് കൊടുത്തു. വയുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങി. പ്രവാചക പുത്രിയുടെ ഈ 3 ദിവസത്തെ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റിലുമുള്ള ആളുകളെ പരിഗണിക്കാതെ, ചുറ്റിലുമുള്ള ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കാതെ എത്രയെല്ലാം ഇബാദത്തുകൾ ചെയ്താലും ആ ഇബാദത്തിന് വേണ്ടത്ര ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.